പ്രിയ സജ്ജനങ്ങളെ, സാദരം നമസ്കാരം. നമ്മുടെ നാടിന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കേരളം ഇസ്ലാമിക രാജ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. സാമാന്യന നമ്മുടെ ഹൈന്ദവ നേതാക്കന്മാർ പറയുന്നൊരു വാദമുഖമുണ്ട്, എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണ് എന്ന്. ഖുറാനോ ബൈബിളോ ഭഗവത്ഗീതയോ ഒന്നും വായിക്കാത്ത, ഭഗവത്ഗീതയുടെ പുറംചട്ട പോലും കാണാത്ത ആളുകളാണ് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്ന് നാം ഓർക്കുക. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നല്ല. അവിടെയാണ് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നൊരു സങ്കല്പം. ലോകത്തിൽ ഇസ്ലാം ലോകത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ദാറുൽ ഇസ്ലാമും രണ്ട് ദാറുൽ ഹറബും. ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ഇസ്ലാം ജീവിക്കുന്ന ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യ, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളെയാണ് ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എന്താണ് ദാറുൽ ഹറബ്? ഇതര മതങ്ങൾ ഭൂരിപക്ഷം ജീവിക്കുന്ന ഇന്ത്യ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെയാണ് ദാറുൽ ഹറബ് എന്ന് പറയുന്നത്. ഗസ്നിയും ഗോറിയും ഗിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ 700 വർഷക്കാലത്തെ മതഭ്രാന്തിന്റെ പടയോട്ടത്തിൽ 30 ലക്ഷത്തിൽ പരം ഹിന്ദുക്കളുടെ മരണവും 40,000-ൽ പരം ക്ഷേത്രങ്ങളുടെ ധ്വംസനവും അയോധ്യ, കാശി, മധുര അടക്കം 3000 ക്ഷേത്രങ്ങളുടെ തകർച്ചയും എല്ലാം ഉണ്ടായത് ദാറുൽ ഹറബ് ആയ ഭാരതത്തെ ദാറുൽ ഇസ്ലാം ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. എന്നാൽ എപ്പോഴെപ്പോഴെല്ലാം ഈ ധർമ്മത്തെ നശിപ്പിക്കുവാൻ ആരെല്ലാം വന്നുവോ അപ്പോഴെല്ലാം വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ് അവരുടെ ലക്ഷ്യത്തെയും അവരുടെ മാർഗത്തെയും തടുത്തു നിർത്തിയ ഒരു വീരന്മാരുടെ നാടുകൂടിയാണ് ഭാരതം. എന്നാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെയല്ല. ജനസംഖ്യയിൽ പാതി മാത്രമേ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കളുള്ളൂ. 30% ഇസ്ലാമിക ജനസംഖ്യ വന്നു. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ എണ്ണം കൂടുന്നതും കുറച്ചാളുകൾ കുറയുന്നതുമല്ല പ്രശ്നം. കൂടുന്ന ജനവിഭാഗത്തിൻ്റെ മാനസികാവസ്ഥയും അവൻ്റെ അടിസ്ഥാനപരമായ ഗ്രന്ഥവും എന്താണ് പറയുന്നത്. ഖുറാനെ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അറിയാൻ കഴിയുന്നു, ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്ന ഭാഗത്ത് ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നു, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. അതായത് ഈ നാട്ടിലെ 80% വരുന്ന ഹിന്ദുക്കളും ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും സ്വർണം ധരിക്കുന്നവരായതുകൊണ്ട് നരകം. ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം. നമ്മുടെ നാട്ടിലെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഏറ്റവും പ്രബലനായ ഇസ്ലാമിക പ്രബോധകൻ പറഞ്ഞത്, നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ ഒരിക്കലും അധാർമികമായ പ്രവൃത്തി ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു പോയെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടവനാണ്. അപ്പൊ ഇവിടെ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന, ശബരിമല അയ്യപ്പനെ ആരാധിക്കുന്നവൻ നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്ന വിശ്വാസം ഖുറാന്റെ ഭാഗമാണ്. നിങ്ങൾ ഖുറാൻ വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും ആർക്ക് നരകം കിട്ടുമെന്ന് പറയുന്നത് ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം. ഈ നാടിൻ്റെ ദേശീയ ജനതയായ ഹിന്ദു വിഗ്രഹാരാധകരാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം മഹാത്മാഗാന്ധിക്ക് നിത്യനരകമാണ് കിട്ടുക. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കഴിഞ്ഞാൽ പറയുന്നു ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം. ഹറാമും ഹലാലും നമ്മുടെ നാട് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്. നമ്മൾ ഈ കേരളത്തിൻ്റെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്ന ഒരുപാട് ഹോട്ടലുകൾക്ക് ഒരു എംബ്ലമുണ്ട്, ഹലാൽ. ഹറാമ് അശുദ്ധമായതും ഹലാൽ വിശുദ്ധമായതും. ഇവിടെ പാചകം ചെയ്യുന്ന ഓരോ മാംസവും ഇസ്ലാം മത വിശ്വാസപ്രകാരം അറക്കപ്പെട്ടതും പാചകം ചെയ്യപ്പെട്ടതുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ബോർഡുകൾ കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ട് 1 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും ഹോട്ടലിൽ കയറുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ മതം നോക്കിയവരായിരുന്നില്ല ഹിന്ദുക്കൾ ഒരു കാലത്തും. എന്നാൽ ഹലാൽ ബോർഡ് വെക്കുന്നതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ഇസ്ലാം മത വിശ്വാസപ്രകാരം മാത്രമേ ഭക്ഷണം പാകം ചെയ്യപ്പെടുള്ളൂ എന്ന് പറയുന്ന ഒരു വർത്തമാന കേരളത്തെ നമ്മൾ കാണുന്നു. വളരെ ഭയത്തോടു കൂടിയല്ല, നമുക്ക് ഭയമില്ല, ജാഗ്രതയോടുകൂടി ഇസ്ലാമിക ഈ രാഷ്ട്രമുണ്ടാക്കുവാനുള്ള പ്രയത്നത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നോക്കിക്കാണും. കാരണം നമ്മളെ സംബന്ധിച്ച് മതരാജ്യം എന്ന് പറയും നമുക്കില്ല. നമ്മുടേത് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, RSSന്റെ ഹിന്ദു രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്ന ഒരുപാട് സുൽപിയലേടന്മാർ ഇവിടെയുണ്ട്. നമ്മുടെ നാടിന് 3 പേരുണ്ട്. 1 ഇന്ത്യ, 2 ഭാരതം, 3 ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാനം എന്നാൽ ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്കേ ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഭൂപ്രദേശം, ആ മണ്ണിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, RSSകാരൻ്റെ പെട്രോളല്ല. HMT, ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്. അബ്ദുൾ സമദ് സമദാനി ലീഗിന്റെ നേതാവാണ്. മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയത് ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പേരിലായിരുന്നു. അപ്പൊ ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവന്റെ പേരാണ് ഹിന്ദു. അപ്പൊ RSSന്റെ ഹിന്ദു രാഷ്ട്രം ഏതാണ്? ഹിന്ദുക്കളുടെ രാഷ്ട്രം. ഹിമാലയത്തിന്റെ ഹീം സിന്ധുവിന്റെ എന്തും
അവിടെയാണ് ഹിമാലയത്തിനും സിന്ധുവിനും ഇടയിൽ തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതനും പാഴ്സിയും ഒക്കെ താമസിക്കുന്നത്. അതുകൊണ്ട് 1995 ഡിസംബർ 11 ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞത് ഹിന്ദുത്വ ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ലൈഫ് ഓഫ് ദ നേഷൻ എന്നാണ്. ഹിന്ദുത്വം ഒരു മതമല്ല, അത് ഈ രാഷ്ട്രത്തിന്റെ ജീവിത പദ്ധതിയാണ് എന്ന്. ആ വിശാലമായ കാഴ്ചപ്പാടാണ് RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദു രാഷ്ട്രമെങ്കിൽ ഇവിടെ താലിബാനാണ് ഇവിടെ വിഭാവനം ചെയ്യുന്നത്. അഖില ഹാദിയായപ്പോൾ അഖിലയുടെ കണ്ണ് മാത്രമേ പുറത്തു കാണുന്നുള്ളൂ എന്നത് ഒരു ദുഃഖ യാഥാർത്ഥ്യമാണ് എന്നറിയണം. ഇവിടെ സർവധർമ്മ സമഭാവനയാണ് ഹിന്ദുധർമ്മം മുന്നോട്ട് വെക്കുന്നത്. സ്ത്രീയായ ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിയമസഭാ സീറ്റിൽ ഒരു മുസ്ലിം സ്ത്രീ മത്സരിച്ചു. അത് വലിയ വാർത്തയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പോലും വാർത്തയാകുന്ന നാട്ടിൽ ഇവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു ഹിന്ദു സ്ത്രീയാണ്, ഇന്ദിരാഗാന്ധി ഒരു ഹിന്ദു സ്ത്രീയാണ്, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഒരു ഹിന്ദു സ്ത്രീയാണ്. ആ വിശാലതയുണ്ട്. പക്ഷേ ഇസ്ലാം സ്ത്രീയെ കാണുന്നത് പുരുഷന്റെ കൃഷിസ്ഥലമെന്ന് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള സങ്കുചിത മതഭ്രാന്ത് കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യം വളരെ വേഗം കല്യാണം കഴിക്കുന്നു, പരമാവധി കല്യാണം കഴിക്കുന്നു, പരമാവധി മക്കളെ ഉണ്ടാക്കുന്നു. ആ രാജ്യത്തിൻ്റെ ഘടനയെ മാറ്റി ഞങ്ങളുടെ മതത്തെ ഭൂരിപക്ഷമാക്കുമ്പോൾ ആ മതരാജ്യമായിട്ട് നമ്മുടെ കേരളത്തെ മാറ്റുവാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് SNDPയുടെ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറെല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അവർക്കൊപ്പം നിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് രാഷ്ട്രദ്രോഹത്തിന്റെ ചരിത്രമാണ്. 1920 താഷ്കൻഡിലുണ്ടായ പാർട്ടി 100 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസത്തിന് ഏതെങ്കിലും ഒരു അധികാരമുള്ളത്. 35 വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാളിലും 25 വർഷക്കാലം ഭരിച്ച ത്രിപുരയിൽ നിന്നും അവരെ ദേശീയ ജനത ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആ കമ്മ്യൂണിസം ഇന്ന് ഇസ്ലാമിന്റെ പാദസേവകന്മാരായിട്ട് അധപ്പതിച്ചതിന്റെ കാരണം അവർക്ക് ഇസ്ലാമിനെ തടവിക്കൊടുത്താൽ, ഇസ്ലാമിന്റെ പാദസേവ ചെയ്താൽ അവർക്ക് കിട്ടുന്ന വോട്ടാണ്, അവർക്ക് കിട്ടുന്ന അധികാരമാണ്. രണ്ടാം പിണറായി സർക്കാർ വീണ്ടും വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ജനോപകാരപ്രദമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ ശോഷിച്ചു പോകുന്ന എന്നും ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ പിണറായി സർക്കാർ. എന്നിട്ടും അവർക്ക് രണ്ടാമതും ഭൂരിപക്ഷം കിട്ടിയത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ഇസ്ലാമിക മത സംഘടിത രൂപത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജാഗ്രതയോടുകൂടി ഇതിനെ ഒരു മതേതര കേരളമായി നിലനിർത്തണം. നാഴികയ്ക്ക് 40 വട്ടം ആവശ്യമുള്ളിടത്തും അനാവശ്യമുള്ളിടത്തും നാം പ്രയോഗിക്കുന്ന പദമാണ് മതേതരത്വം. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നതാണ് മതേതരത്വമെങ്കിൽ ക്ലാസ് മുറിയിൽ മതം ചോദിക്കുന്നതാണ് ഇന്നത്തെ മതേതരത്വം എന്ന് നാം അറിയുക. അതുകൊണ്ട് വർത്തമാന കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് മതരാജ്യത്തെ ഉണ്ടാക്കുവാനുള്ള സകല പുറപ്പാടിൻ്റെയും കേന്ദ്രമായി ഭാരതത്തിലെ ഒരു കൊച്ചു സംസ്ഥാനം മാറിയിരിക്കുന്നു. ഭീകരന്മാർക്ക് ISIS പോകുന്നവർക്ക് ഏറ്റവും സ്വാധീനം ഇവിടെയാണ്. 4.5 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും ISISൽ ചേർന്നത് 15 പേരാണെങ്കിൽ കേരളത്തിൽ നിന്ന് പോയത് 99 പേരായിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞുവെങ്കിൽ കേരളം മതഭ്രാന്തിന്റെ ഒരു ഭീകരതയുടെ ഒരു തട്ടിൻപുറത്താണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലെയുള്ള സംഘടനകളെ നിരോധിച്ചതുകൊണ്ടും ആ ഭ്രാന്ത് പ്രത്യക്ഷമായിട്ട് ഇന്ന് മുന്നോട്ട് വരുന്നില്ലെങ്കിലും ആന്തരികമായിട്ട് ഇസ്ലാമിക രാജ്യ സങ്കല്പവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് മതേതരത്വത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, സർവധർമ്മ സമഭാവനയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്നിച്ചെതിർത്ത് ഈ മതരാഷ്ട്രത്തെ ഇല്ലാതാക്കി ധാർമ്മിക ഭാരതത്തെ നിലനിർത്തേണ്ടതും ആ ഭാരതത്തിന്റെ ഭാഗമായ കേരളത്തെ സംരക്ഷിക്കേണ്ടതും നമ്മളെല്ലാവരുടെയും കടമയാണെന്ന് ഓർക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.